നമസ്കാരം. ന്യൂ ആൻഡ് ഫ്രഷിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ മുളക് പച്ചടിയാണ്. അപ്പം അതിന് വേണ്ട ഐറ്റംസ് നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം. ഇത് ഒന്ന് നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ, കാരണം കല്ലോ കാര്യങ്ങളൊന്നും പെടാണ്ടിരിക്കാനാണ്. പിന്നെ അതേപോലെ നന്നായിട്ട് പുളി നന്നായി തിരുമ്പിയിട്ട് പിഴിഞ്ഞിട്ട് ഇതും അരിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് പച്ചമുളക്, മുന്തിരി, കടുക് അരച്ചത്, ഉഴുന്ന് വറുത്ത് പൊടിച്ചത്, എള്ള് വറുത്ത് പൊടിച്ചത്, പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് കറിവേപ്പില, ചുവന്ന മുളക്, കടുക്, പിന്നെ നല്ലെണ്ണ, വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലപ്പൊടി. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇതിന് വേണ്ടത്. നമുക്ക് തുടങ്ങാം. അടുപ്പിലാണ് ഉണ്ടാക്കണേ, അതേപോലെ കൽച്ചട്ടിയിലാണ്. ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ രീതിയിൽ തന്നെ ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ചിട്ട് ചെയ്യണത് കേട്ടോ. കൽച്ചട്ടി ആണ് വെച്ചിട്ടുള്ളത്. പലരുടെ വീട്ടിൽ ഉണ്ടാവും, ചിലരുടെ വീട്ടിൽ നിന്നും ഉണ്ടാവില്ല ഈ സാധനം. നമ്മുടെ കുറെ ഒരു 10-20 വർഷം പഴക്കമുള്ളൊരു ചട്ടിയാണിത്. നമ്മുടെ ചട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഈ തിരുമ്പി പിഴിഞ്ഞ് പുളിങ്ങയാണ് അതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കാം. നമ്മുടെ പുളി ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം കല്ലുപ്പ് ചേർക്കാം. കുറച്ച് പൊടിയുപ്പുണ്ട് ഇതിൽ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കത് ഒരു 20 മിനിറ്റ് അടച്ച് വേവിക്കണം. നമ്മുടെ പുളിയൊക്കെ വറ്റിയിട്ടുണ്ട് കണ്ടോ. നമ്മളിതിലേക്ക് നമ്മുടെ ശർക്കരപ്പാവ് ചേർക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുറുകണം. ഇപ്പോൾ വല്ലാണ്ട് കത്തിക്കാൻ പാടില്ല, അധികം കത്തിച്ചെന്ന് വെച്ചാൽ പതഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ച് ചെറിയ തീയിൽ വേണം ഇത് വറ്റിക്കാൻ. ഏകദേശം ഒരു 10-15 മിനിറ്റ് പിടിക്കും ഇതൊന്ന് വറ്റി വരാൻ കേട്ടോ. നമ്മുടെ പുളി ശർക്കരയൊക്കെ കൂടിയിട്ട് നന്നായി കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് അരച്ച് ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇതിട്ടിട്ട് ഇതൊന്ന് ലേശം ഇതിലേക്ക് മിക്സ് ചെയ്യാം. നന്നായി കൂട്ടി ഇളക്കുക. സെറ്റായിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെച്ചിട്ട് വേണം ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കാം കേട്ടോ. നമ്മളിത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവയുടെ പൊടി, നേരത്തെ വെച്ച പൊടികളൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഉഴുന്നിൻ്റെ കുറച്ച് മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മുടെ മുന്തിരി ഇടുക. അതുപോലെ തന്നെ
തണ്ടോടക്കനെ വേണം കരിവേപ്പിൻ്റെ ഇല ഇടാൻ. അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ, അടച്ചു വയ്ക്കാം, ഒന്ന് സെറ്റ് ആവട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വറവ് റെഡിയാക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നല്ലെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുക. ഒന്ന് മൂക്കട്ടെ. നമ്മുടെ എണ്ണ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ഇടാം. നമ്മുടെ മുളക് ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കടുക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക്, കറിവേപ്പില, ഇത് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് പുളിയിഞ്ചിയിലേക്ക് ആഡ് ചെയ്യാം. അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ പുളിയഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്വാദമാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകനും പെങ്ങളുടെ കുട്ടി എത്തിയിട്ടുണ്ട്. അവർക്കൊന്ന് കൊടുത്തു നോക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ് അറിയാലോ. അപ്പം നമ്മുടെ മുളകാപ്പച്ചയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ റെസിപ്പി വെച്ചിട്ട് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.